ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഐറ്റം റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ സ്ഥിരമുള്ള പോലത്തെ ഒരു വ്ളോഗ് ആയിരിക്കില്ല. എന്താ സ്പെഷ്യൽ എന്നുള്ള കാര്യം നിനക്കറിയാം? ഞാനൊരു സാധനം കണ്ടുപിടിച്ച്. അതായത് ഞാനിങ്ങനെ ഓഫീസിലിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഓരോരോ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അറിയാം, വൃത്തിയായിട്ട ചിന്തകൾ നിന്നെ പോലെയല്ല. അങ്ങനെ ഒരു ചിന്ത വന്നപ്പോഴാണ് എനിക്കൊരു ഐഡിയ വന്നത്. ഇന്ന് രാത്രി എന്നാ തിന്നാൻ പുട്ടിന്റെ ഒപ്പം എന്നാ പൊതുവെ എന്നാ നമ്മൾ കറി വെക്കല്? പപ്പടം, കടല. ആ, ഞാനിപ്പോ ഓഫീസിലിരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നി എന്നാ പിന്നെ നമുക്ക് കൂടി ഉണ്ടായിട്ട് തോന്നി. സംഭവം എന്ന് വെച്ചാൽ ഇതൊരു വെറൈറ്റി ഐറ്റം ആണ്. ഇത് നമ്മളെ നാട്ടിലൊന്നും കിട്ടാത്തൊരു സാധനം വെച്ചാ ഉണ്ടാക്കുന്നത്. അതൊന്നുമില്ല, ഇളകിയിട്ടൊന്നും ഇല്ല. നീ ഒരൊറ്റ ഒരിക്കൽ മറ്റേ മന്തിയും മുട്ടയെല്ലാം വാങ്ങിച്ചെന്നിട്ടാണ് എനിക്ക് ഇളകിയിരുന്നത്. ബിരിയാണിയും തിന്നത്, അതും തിന്നത്, അതിന്റെ മേലെ മന്തിയും കൂടെ കഴിച്ചിട്ട് ഇളക്കം പിടിച്ചിട്ട് അതെല്ലാം ഉണ്ടാവും. ക്ഷത്രിയന്മാരുടെ ശരീരം എങ്ങനെയാണ്, ഇടക്കെല്ലാം ഒന്ന് ഇളകിയിട്ട് നമ്മൾ കളയുന്നതാണ്. അല്ല, ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ചാപ്സ് കഴിച്ചിട്ടുണ്ടോ? എന്തെല്ലാം ചാപ്സ്? ചിക്കൻ ചാപ്സ്, ബീഫ് ചാപ്സാ? അതല്ലേ ഏത് ചാപ്സ്? ഞാനെന്ന് ബീഫ് ചാപ്സ്. ചിക്കൻ ചാപ്സ് പോലെ ബീഫ്. അതായത് തലശ്ശേരിയിൽ ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു ചാപ്സ് ഉണ്ട്, അതായത് മട്ടൻ ചാപ്സ്. മോഡേൺ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് തലശ്ശേരി പഴയ സ്റ്റാൻഡ്. അത് നീ ഒരു ദിവസം, ഇവളൊന്നാമത് തലശ്ശേരി മൊത്തം കറങ്ങിയിട്ടില്ല, ഒന്നാമത് ടൈമില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നേരെ ഓഫീസിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഇവളെ കറക്കണം എന്നുണ്ട്. അതിന്റെ എന്തായാലും ഒരു വീഡിയോ നമുക്ക് എന്തായാലും എടുക്കാം. ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് ഫ്രീ ആയിട്ട്, ഞാൻ അറ്റ്ലീസ്റ്റ് ലീവ് എടുത്തിട്ടെങ്കിലും അത് ചെയ്തുതരാം. അതിനൊക്കെ. അപ്പോ അത്രയും നീ കഴിച്ച്. പക്ഷെ ഞാൻ മട്ടൻ ചാപ്സ് ഉണ്ടല്ലോ, അറിയാലോ. പൊതുവെ അങ്ങനെയാണ് ചാപ്സ് വെക്കല്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് മുട്ട കൊണ്ട് മുട്ട ചാപ്സ്. ഇതിനതൊന്നും വേണ്ട, സിമ്പിൾ ഐറ്റംസ് വെച്ചിട്ട്. അതൊന്നും വേണ്ട, അതെല്ലാം നിന്റെ ചൈനക്കാരന്റെ ഡിഷൊന്നും എനക്കറിയണ്ട. ഞാൻ പറയുന്നത് എനക്കറിയുന്ന ഒരു ടൈപ്പ് ഓഫ് ചാപ്സ് ആണ്. നമുക്ക് പ്രിപ്പയർ ചെയ്താലോ? ഇവളാണ് ഇന്ന് ഷെഫ്, പക്ഷെ മാസ്റ്റർ മൈൻഡ് എന്റേതും. അങ്ങനെയാണ് നമ്മൾ ഇന്ന് രണ്ടാളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ കൊളാവൊന്നുമില്ല മോളെ. ഞാൻ ഉണ്ടാക്കിയ ഡിഷെല്ലാം ഇവൾ തിന്നിട്ടില്ലെങ്കിൽ എൻ്റെ അമ്മ തിന്നും. ഞാൻ ഇന്ന് അമ്മക്കെങ്കിലും ഞാനത് കൊടുക്കും. അത് തിന്നാണ്ട് അമ്മ എന്തെല്ലാം തിന്നിന്? ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണി, പിന്നെ നൂഡിൽസ്, ഓംപ്ലേറ്റ് എല്ലാം എൻ്റെ അമ്മ തിന്നലുണ്ട്. ഗൈസ്, എന്തായാലും ഞാനൊന്ന് ഈ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് റെഡി ആയിട്ട് വരാം. ഞാൻ റെഡി ആയിട്ടെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ അപ്പോഴത്തേക്ക് ഒരാള് ഐറ്റംസ് എല്ലാം ഏകദേശം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്തൂടെ? അപ്പൊ നമുക്ക് ആദ്യം എന്തിൽ തുടങ്ങണം? മസാല വറുത്ത് തുടങ്ങാം. അതിന് ഏത് മസാലയാണെന്ന് നിനക്കറിയാം? എല്ലാം ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി വേണം. മല്ലിപ്പൊടി ഇട്ടിട്ട് വേണം ശുഭമായിട്ട് ഇത് തുടങ്ങാൻ. ഏത്? ഇത് ചൂടുണ്ടല്ലോ. ഇനി ചൂടായി തിളച്ച ഇതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കണം. നമ്മള് എല്ലാരും സൂക്ഷിച്ചത് ചെയ്യണം. ആർക്കെങ്കിലും ഇളവി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദി. തലശ്ശേരിക്കാരന്റെ ഡിഷിലൊന്നും ആയിരിക്കും ഇതുവരെ ഇളക്കം വന്നിട്ടില്ല. അതെല്ലാം അങ്ങ് ട്രിവാൻഡ്രത്ത്. ഇത് കൈവിട്ട കളിയാണ്. ഇത് കൈവിട്ട കളിയൊന്നും അല്ല. ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടാം. ഇട്ടോളൂ. എന്തൊരു മല്ലിപ്പൊടി ഇങ്ങനെ നല്ലോണം അങ്ങോട്ട് ഇട്. ഒരുപാട് ഇടണ്ട, ഇളവും നിനക്ക് ഇല്ലാന്ന്. നീ എല്ലാത്തിനും പിശുക്ക് കാണിക്കല്ല, അത് അത്യാവശ്യം നല്ലോണം ഇട്. ഒന്നാമത് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതാണ്. ഇതിനെ പറ്റി എല്ലാം റിസർച്ച് നടത്തിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇതിനൊക്കെ അറിയാത്തോണ്ടാണ്. നല്ലോണം അങ്ങോട്ട് വാട്ടുക. ഇച്ചിരി കൂടി ഇട്. പിന്നെ ഞാൻ ഇതൊന്ന് അച്ചാർ ഉണ്ടാക്കി നീ തൊട്ട് വെക്കാൻ വേണ്ടിട്ട് നീ ഇച്ചിരി കൂടി ഇട്. ഞാൻ ഇടും, ഇറങ്ങി കഴിഞ്ഞാൽ. ഇതിന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് തന്നെ മല്ലിപ്പൊടിയാണ്. അത് അത്യാവശ്യം ഉണ്ടെങ്കിലേ സംഭവം സെറ്റ് ആവും. ഇതെന്തൊരു പൊടി? ചിക്കൻ മസാല. അതായത് മറ്റേതില്ല, അതുകൊണ്ട് ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ മോനെ. മറ്റേ പെരുംജീരകം ഇല്ല, അതിന് പകരം നമ്മൾ ഇതിടും. തൽക്കാലം അത് ജീരകം ഇല്ലാത്തപ്പോ നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മുളക് പൊടി ഇതോ
മുളക് പൊടിയല്ലല്ലോ, കുരുമുളക് പൊടിയല്ലേ വേണ്ടത്. മുളക് വേണ്ട. മുളക് വേണേലാക്കാം, ആയിട്ടില്ല. ഇനി കടുക് പറ വറുത്തതല്ലോ. ഇവളാണ് ഉണ്ടാക്കി തരുന്നത്. അപ്പൊ ഇതിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് ഇവളോട് തന്നെ ഇതാക്കാം. ജീരകം കുറഞ്ഞാൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാവും. പെരുംജീരകമാണ് ശരിക്കും അത് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ തൽക്കാലം നമുക്ക് അവിടെ ഇല്ല. അതുകൊണ്ട് തൽക്കാലം ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യട്ടോ. മുളക് പൊടി നമുക്ക് ഇതിന് ശേഷം ഇടാം. മുളക് പൊടി ഇതിന് ശേഷം ഇടാം. ഇത് ഞാൻ പറയുന്ന പോലെ നല്ല ഇവളാക്കുന്നു. ഇത് എത്രയാ ഇടുന്ന മോളെ, അത്രയൊന്നും ഇടല്ലേ മോനെ. ഇത് അങ്ങനെയൊന്നും ആവൂല. ഇതെല്ലാം വെച്ചാൽ നാച്ചുറൽ സാധനങ്ങളാണ്. ഇതിപ്പോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് തിന്നുന്ന ഞാനല്ലേ, ഞാനെന്താ കോഴിയെ പൂച്ച എങ്ങനെ. ഇത് 2 മുട്ടയ്ക്ക് ആവശ്യമുള്ള മോനെ. അതിന് ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. ആകെ മുട്ടയും കൊണ്ട് 2 മുട്ടക്ക് അറ്റ്ലീസ്റ്റ് കാണാൻ വേണ്ടിയെങ്കിലും വേണ്ട സാധനം തൊട്ട് നക്കാൻ കഴിച്ചിരി. മോനെ ഇതൊക്കെ പരീക്ഷിക്കാത്ത സമയമാണ്. തീവ്ര ചാവും. എണ്ണയൊന്നും ഇല്ലേ? വറുത്തതിന് ശേഷം ഇനി നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാല് ഇതിലേക്ക് ഇപ്പൊ ഇത്രയായില്ലേ, ഇത്രയായി കഴിഞ്ഞാല് ഇനി നീ ഉള്ളി ഇടണം. അപ്പൊ ഗൈസ് നമ്മൾ ഇതില് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി ഇത്രയും ഐറ്റംസ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇവിടെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം നമുക്ക് ഉണ്ടാക്കി തരും. എന്നിട്ട് സ്പെഷ്യലി മാഗി നൂഡിൽസ് വന്ന് കയറി വെച്ച് ഇത്ര ദിവസമായി, 1 മാസമാവാനായി. എനിക്കിതൊക്കെ മിങ്കിളാവുന്ന സമയമാണ്. തൽക്കാലം ഇട്ടളക്ക്. എണ്ണ വേണോ? നീയാണിത് ഇച്ചിരി എണ്ണ ഒഴിച്ചോ. ഇതിന്റെ ആള് നീയാണ്. എനിക്ക് ഇതിനെ പറ്റി ഒന്നും പറഞ്ഞോളെ. ഇത് ഞാൻ ഓൾറെഡി എനിക്ക് ദിവ്യദൃഷ്ടിയിൽ വന്ന ഒരു ഐറ്റം ആണ്. അതുകൊണ്ട് ഞാനത് പരീക്ഷിച്ച് നോക്കുന്നതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ചിലപ്പോ ഇത് പാടാം, ചിലപ്പോ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡാണ്. ടേസ്റ്റ് ഉള്ള ഫുഡ് ഉണ്ടെങ്കിലും ഇവള് അത് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്തും, അത് ഉറപ്പാണ്. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. നീ ആദ്യം തന്നെ നെഗറ്റീവ് അടിക്കല്ലേ, ആദ്യം ഒന്ന് ഉണ്ടാക്കട്ടെ. ഉണ്ടായി കഴിഞ്ഞിട്ടല്ലേ നമുക്ക് അറിയുന്നത്. ഉപ്പിടാനായിട്ടില്ല, ഉപ്പിതിന് ശേഷം ഇടുക. എന്താ നിന്റെ മണ്ടോത്തി തരങ്ങൾ കേട്ടോണ്ടിരുന്ന ഇതിന് ഉപ്പില്ലാതെ ഇങ്ങനെയൊന്നും അല്ല ഇത് പൊതുവേ എന്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെ തന്നെ. അമ്മ എന്തെങ്കിലും ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അമ്മേന്റെ സ്റ്റൈൽ ഉണ്ടാക്കിയിട്ട് അത് കൊളാക്കി തരും. അതേപോലെ തന്നെ ഇതൊന്നും എന്റെ ഇൻഗ്രീഡിയൻസിൽ പെട്ട സാധനം. ഉപ്പില്ലാതെ ഉപ്പ് വേണം, പക്ഷെ ഉപ്പ് ഇങ്ങനെയല്ല ആക്കേണ്ടത്. മനസ്സിലായിട്ടില്ല? ഹലോ, നീ നേരത്തെ മുളക് പൊടി ഇടാൻ സമ്മതിച്ചു. കുറച്ച് ഞാൻ പറഞ്ഞു കുറച്ച് മുളക് പൊടി ഇടാം. അത് ഒരു ഇച്ചിരി നാവിൽ രുചിക്കാതെല്ലാം ആവാം. ഇതിപ്പോ ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. ആ ഉള്ളിയുടെ ഇതായി കഴിഞ്ഞാല് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതിന് നമുക്ക് അരച്ചെടുക്കണം. സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഇവള് മെയിൻ സാധനം മറന്ന്. ആര് മറന്ന്? നീ തന്നെ. മഞ്ഞൾപ്പൊടി. കൺട്രാക്ട് വിട്ടതല്ല, നീ നിന്റെ ഐറ്റംസിൽ ചെയ്യുന്നതല്ലേ ഇത്. നീ എന്നോട് പറഞ്ഞു, ഞാൻ പറയും, നീ ചെയ്തോ. അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഞാൻ പറയുന്ന പോലെ എല്ലാം നീ ചെയ്യില്ലേ? ആണല്ലോ. നീ മല്ലിപ്പൊടി ഇച്ചിരി ഇടാൻ പറഞ്ഞു, നീ എന്നിട്ട് അത് മാത്രമാക്കി. ഇപ്പൊ ഇത് എണ്ണയെല്ലാം വാരി ഒഴിക്കുന്നു. ഇത്രയൊന്നും വേണ്ട. ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലോണം ഇതിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടഞ്ഞു വരും. ഇത് ഉടഞ്ഞു വരുന്ന സമയത്താണ് നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് അരച്ചെടുക്കേണ്ടത്. ചുമ്മാ ചട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കഴിഞ്ഞാൽ അതിന് സിമ്പിൾ ആണ്. ഇവള് ചെയ്ത സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട സ്ലിമ്മിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ എങ്ങനെ ഇത് ഉടയുക? കരിയൂല. അതാണ് ഒരു ഷെഫിന്റെ കഴിവ്. അയാളെ സ്കില്ല് അതിനാണ് ഉണ്ടാവുന്നത്. എന്നാ പിന്നെ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ഇന്ന് എവിടെയാ കണ്ടല്ലോ നിന്നെ? എന്താ നീ ഇങ്ങനെ ഫേമസ് ആയത്? 5-6 റീലും ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇവളാണ് ഇപ്പൊ ന്യൂസ് ചാനലിലെല്ലാം വന്ന്. നിങ്ങൾ ഇതെല്ലാം അറിയുന്നുണ്ടാ? എന്നാ സംഭവിച്ചേ? അത് നമ്മളെ KSRTC നമ്മൾ പ്രിയദർശിനില്ലേ, അതിനകത്ത് നമ്മൾ കയറിയപ്പോ കുറച്ച് ന്യൂസ് റിപ്പോർട്ടർമാരൊക്കെ. ഞാൻ ഇവളോട് ആദ്യം പറഞ്ഞു വെച്ചാല് കണ്ണൂർ എടുത്തൊരു ഇന്റർവ്യൂ പരിപാടിയുണ്ട്. അപ്പൊ അതിന് പോകുമ്പോ പറഞ്ഞത് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ കയറിയിട്ട് അതിന്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂട്ടത്തിന് കൂട്ടിയത് എന്റെ അമ്മേനെ. അതോടെ എനിക്ക് മനസ്സിലായി ഇത് ആ രീതിയിലല്ല പോകുന്നത്. ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഒരാൾ കോൾ ചെയ്യുന്നത്. നമ്മളെ മറ്റേ ഇതില് വിളിച്ചിട്ടുണ്ട്, ഇതാ ന്യൂസ് ചാനലിലോട്ട് വേഗം TV വെച്ചോട്ട് നമ്മളെ കാണാമെന്നല്ല പറഞ്ഞിട്ട്.
അവിടെ നോക്കുമ്പോണ്ട് ഇവള് ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ന്യൂസ് കിട്ടിയത്. ഞാൻ ന്യൂസ് കിട്ടുമ്പോഴത്തേക്കും ഒരു പരിചയമുള്ളൊരു രൂപം ഇവളല്ലേ ഇത്. അവിടെ പോയിട്ട് തള്ളി മറിക്കുക. ഇവള് പറയുന്നത് KSRTC നഷ്ടത്തിലാവുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാവർക്കും ഭയങ്കര സന്തോഷം, എല്ലാം ഓക്കെയാണ്. ഇവള് മാത്രം നേരെ തിരിച്ച് KSRTC നഷ്ടമാവും നമുക്കറിയില്ല. നമ്മൾ ശ്രദ്ധിക്കപ്പെടും, അല്ലെങ്കിൽ നമ്മൾ എല്ലാരും പറയും പോലെ നീ എന്ത് രാഷ്ട്രീയക്കാരനാ ശ്രദ്ധിക്കപ്പെടാൻ? ശ്രദ്ധിക്കട്ടടാ. അതിനിടയിൽ പാവല്ല അമ്മ ഒരു 2 ഡയലോഗ് പറഞ്ഞു, സന്തോഷം. എന്ത് ചോദിച്ചാൽ എന്താ പറയാ, അത് ഇട്ടിട്ടില്ല. ടിക്കറ്റ് മുറിക്കുമ്പോൾ മാത്രം അമ്മേന്റെ മുഖിലെ കാണിച്ചില്ല. അമ്മക്കാണെങ്കിൽ ഇങ്ങനത്തെ നമ്മളെപ്പരം കൂടിയിട്ട് അമ്മക്ക് ആ ഇതുള്ളൂ. എല്ലാത്ത കേസത്തിലും അമ്മ നാളം കൊണ്ടല്ലേ. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു KSRTCയിലെ ഫ്രീ യാത്ര? ഫ്രീ യാത്ര കൊള്ളാം, പക്ഷെ അവിടുത്തെ മാമന്മാർക്കൊക്കെ ഭയങ്കര വിഷമമാണ്. അത് സത്യം കാര്യം. അത് കൊടുക്കുമ്പോ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് മാത്രമായിട്ട് കൊടുക്കണം. പകരം എന്ന് വെച്ചാൽ കുട്ടികൾക്കും പിന്നെ ഭിന്നശേഷിക്കാർക്ക് കുറച്ചും കൂടി ഡിസൈനിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കില്ല, കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നല്ലേ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പോലെയുള്ള ഇവക്കെല്ലാം കൊടുത്തിട്ട് എന്തിന്റെ കുഴപ്പമില്ല, വുമൺ എംപവർമെന്റ് ആണ്. പക്ഷെ ഇതിന് പിന്നിൽ വേറെയും കുറെ കളികളുണ്ട്. ആ കളികൾ പിന്നീട് മനസ്സിലാവും. പണ്ട് ജിയോ വന്ന സമയത്ത് ഇതുപോലെ ഒരു ഫ്രീ കൊടുത്തതാ, നല്ല ഓർമ്മയുണ്ട്. അതിനുശേഷം അതിന് വേറെ ലെവലിലേക്ക് ജിയോക്കാർ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് കുറച്ചു പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് തൽക്കാലം എങ്ങനെ തന്നെ നിൽക്കട്ടെ, രാഷ്ട്രീയം പിന്നെ. ഫസ്റ്റ് നമുക്ക് നമ്മളെ മുട്ട ചാപ്സ് നോക്കാം. ഇതിപ്പോ റെഡി ആയില്ലേ? ഇതിനെ അടിക്കണ്ടേ? മതി, കാരണം നമ്മൾ അടിക്കാനുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു കാര്യം ചെയ്യാം. ഇതിനിപ്പം എടുത്തൊന്ന് തണുക്കാൻ വെച്ചിട്ട് മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ 2 ആൾ മാത്രമേ കഴിക്കൂ. എന്റെ അമ്മയൊന്നും ഇതൊന്നും പരീക്ഷണത്തിന് നിൽക്കൂല. അതിൽ ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്കിതിനൊന്ന് അടിച്ചെടുക്കാം. സവാള ഗിരി 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 ഗിരി, സവാള ഗിരി 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 ഗിരി. നിനക്ക് വല്ല തട്ടുകടയിലും നിന്നാ പോരായിരുന്നോ? നമുക്ക് തട്ടുകട തുടങ്ങിയാലോ? തട്ടുകട. ഓ, നീ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചാൽ ലൂസ് മോഷൻ ആവുന്ന നീ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നല്ലേ? ഞാൻ ഉണ്ടാക്കുന്നതാണെങ്കിൽ അവരെല്ലാം നല്ല രുചിയോടെ തിന്നുകയും ചെയ്യും, ആ കച്ചവടം നല്ല മികച്ചതാക്കുകയും ചെയ്യും, അടിപൊളി ബിസിനസ് മാൻ ആവുകയും ചെയ്യും. ശരി, നമ്മൾ മുട്ട ഒന്ന് ഓംപ്ലേറ്റ് അടിക്കാൻ പോവുകയാണ്. കാരണം മുട്ട ചാപ്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ രൂപത്തിലാണ് ആക്കുന്നത്. ആദ്യം സ്ലൈസ് ആയിട്ട് ആക്കാന്നായിരുന്നു വിചാരിച്ചത്. ഇനി നമുക്കൊന്ന് ഓംപ്ലേറ്റ് അടിക്കാം. ഷൂ എന്ന് പറഞ്ഞ സൗണ്ട് വെക്കാത്ത ഓംപ്ലേറ്റ് അടിക്കുമ്പോ ഇതിന് നമുക്കിനി മറ്റേ ഷെഫ് എല്ലാം ചെയ്യുന്ന പോലെ നിനക്ക് ഇങ്ങനെ തിരിച്ച് കമത്തി അടിക്കാൻ അറിയോ? എന്താ എന്റെ ഡിഷ് ഇവിടെ കൊളാക്കി തന്ന് കണ്ടില്ലേ? ഇപ്പൊ മുട്ടയും കിട്ടുന്നില്ല, ഒരു അണ്ടയും കിട്ടാത്ത അവസ്ഥയായിട്ടുണ്ട്. ആ, കാണണം. കാണിച്ചതാ അതെങ്ങാനും നിന്റെ ഷെഫ് ഇതെന്തായത്? ഒരു അൻഡം ഇത് ശരിയാവൂല. എന്റെ ഡിഷ് കൊളാക്കി തന്നു ഇവിടെ. ഇതെന്താണ് നല്ല കറക്റ്റ് കുത്ത് വെച്ചായിരുന്നു ഞാൻ. ഇതൊന്നും ആക്കി വെച്ചിട്ട് ഇത് തൽക്കാലം അത്ര ആക്കിയാൽ മതി. അത്ര വെന്താ മതി. ഒരു സൈഡ് വെന്തിട്ട് അതിന് നമ്മള് മറച്ചിട്ടാ മതി. അപ്പൊ അത് റെഡി ആയിക്കോളും. നിനക്കെല്ലാം ഓക്കെ. വയറ്റിലേക്ക് പോകുന്നതാണെങ്കിൽ മുട്ട ചാപ്സ് അല്ലേ, ഒന്നും കാണാൻ പാകത്തിന് വേണ്ടി. ഇത് എന്താണ് ഇത്? ഏകദേശം ബാക്കിയുള്ള സെറ്റായി. ഇനി നമുക്ക് ഇച്ചിരി ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. വെള്ളം എല്ലാം ഉണ്ട്. വെള്ളത്തിൽ തന്നെ ഒഴിക്കണ രീതി. അയ്യോ, ഇതിനകത്തേക്ക് കറിവേപ്പില ഇടാന്ന് വെച്ചാൽ എന്റെ മോന്തക്കല്ല കറിവേപ്പില മാതിരി ഉണ്ടത് കേട്ടാ. ഇച്ചിരി എണ്ണ ഒഴിക്കുക. ഇനി ഇത് അവിടെ നിന്നാവട്ടെ. അവിടെ നിന്ന് ഒരു പൊട്ടിക്കഴിഞ്ഞ വാട് നീ എന്താ ചെയ്യുന്നത് വെച്ചാല് അത് അരപ്പില്ലേ, അരപ്പെടുത്ത് അതിലേക്ക് ഒഴിച്ചോ. അയ്യോ, സ്ലിമ്മാക്ക് ഇതെന്താ പുകച്ച് പുറത്ത് അടിക്കുന്നത് നീ? ഇനി നല്ലോണം അരപ്പ് അത്യാവശ്യം ഒന്ന് സെറ്റ് ആവുന്ന സമയത്ത് അതിലേക്ക് ഒരു ഇച്ചിരി മുളക് പൊടി നമുക്ക് ചേർക്കാം. മുളക് പൊടി കംപ്ലീറ്റ് ആയിട്ട് ഇട്ടോ. മതി. മുളക് പൊടി ഇടുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിപ്പോ മഞ്ഞ കളറായിപ്പോ. ഞാൻ എക്സ്പെക്ട് ചെയ്ത കളറ് ചുവപ്പായിരുന്നു, പക്ഷെ ഇതിപ്പോ മഞ്ഞ കളറായി. എന്നിട്ട് ഇതിപ്പം കണ്ടിട്ട് എനിക്ക് വേറെ എന്തോ ഒരു സാധനം പോലെയാ തോന്നുന്നത്. പക്ഷെ കുഴപ്പമില്ല, തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതുപോലെ എണ്ണ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ നേരത്തെ ഇട്ട മുട്ടയുണ്ടല്ലോ അതെല്ലാം അതിലേക്ക് ഇടണം. ഇട്ടോ, മുട്ടയിലിട്ടോ. 2 3 4 മുട്ടയുടെ മേലേക്ക് ആ മസാലയെല്ലാം ചേർത്തോ.
കംപ്ലീറ്റ് ആ മസാലയെല്ലാം മുട്ടയുടെ തിരിച്ചു മറിച്ചെല്ലാം ഇട്ടോ, ഒരു കുഴപ്പമില്ല. അത് പറയാം. എല്ലാം നീ അത് തിന്നാൻ പോകുന്നു, അതുകൊണ്ട് ഒരു കുഴപ്പം എനിക്കില്ല. എന്തായാലും നല്ല ഡിഷ് ആയിരിക്കും എനിക്കൊരു പ്രതീക്ഷയുണ്ട്. നിനക്ക് പ്രതീക്ഷയുണ്ടോ? ഇല്ലേ എടി, നീ എന്തൊന്നും ഇണ്ടാത്ത? അല്ല, എന്താ ടേസ്റ്റ് വൈസ് എനിക്ക് ലുക്ക് വൈസ് ഒരുമാതിരി ഉണ്ടെങ്കിലും ടേസ്റ്റ് വൈസ് ബെറ്റർ ആയിരിക്കും തോന്നുന്നുണ്ട്. അതൊന്നിട്ട് പറഞ്ഞു പോരെ മോനെ. ഞാൻ തന്നെ തിന്നോളൂ, എന്നിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറഞ്ഞുതരാം. അല്ലെങ്കിൽ അമ്മക്ക് കൊടുക്കാലോ? അമ്മക്ക് കൊടുക്കാം, ഒരു അസുഖം വരില്ല. അപ്പൊ നമ്മളത് റെഡി ആയിട്ടുണ്ട് ഡിഷ്. ഇത് പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ട് നമുക്ക് തിന്നുമ്പോൾ കാണാം. ഇനി നമ്മൾ ഇത് കഴിച്ചിട്ട് പരീക്ഷിക്കാൻ പോവാണ്. ആദ്യം ഞാൻ തന്നെ ഒരു പീസ് എടുക്കാം. അയ്യോ, മസാല നല്ല ചൂടുണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ചൂടില്ലാത്ത എടുക്കാം. ഇതും ഇച്ചിരി മസാല ഇങ്ങനെ എടുക്കുക. എടുത്തിട്ട് ചൂട് ചൂട് ചൂട്. കൊള്ളാം. അതായത് ഫ്ലോപ്പ് ആയിട്ടില്ല. ഒരു പീസ് എടുക്കട്ടെ. പക്ഷെ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇപ്പെല്ലാം പറയുന്നത് നീ ഇപ്പൊന്നും ഉണ്ടായില്ലേ? അതാണ് പറഞ്ഞത്, ഇടയ്ക്കിങ്ങനെ ജ്ഞാനോദി ഉണ്ടാകുമ്പോൾ ഇതുപോലത്തെ സാധനങ്ങളെല്ലാം നിങ്ങളും വീട്ടിലെല്ലാം പരീക്ഷിച്ച് നോക്കണം. അപ്പൊ സെറ്റ് ആയിരിക്കും. പക്ഷെ ഇതിലെ ചെറിയൊരു പോരായ്മ ഞാൻ പറഞ്ഞുതരാം. മസാലേന്റെ ഒരു പച്ചച്ചോയ ഇടയ്ക്ക് തോന്നുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഇങ്ങനത്തെ പല പല വെറൈറ്റി ഐറ്റംസ് ആയിട്ട് ഇനിയും വരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. നീയോ? അതായത് ഞാൻ ഇങ്ങനത്തെ ഐഡിയാസ് ഉണ്ടാക്കുമ്പോൾ ഇവളെ സ്കില്ല് ഉപയോഗിച്ചാണ്, ഇവളാണ് അതിനെ കുറച്ചും കൂടി രുചികരമായിട്ട് എനിക്ക് ഉണ്ടാക്കി തരുന്നത്. പറഞ്ഞാൽ ഇവള് ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരുകൊണ്ടാണ്. ഇങ്ങോട്ട് ഓക്കെ. അപ്പൊ ഗൈസ്, ഇനിയും നമ്മൾ വെറൈറ്റി കുക്കിംഗ് വീഡിയോസ് ആയിട്ട് ചില സമയത്ത് വരാം. എല്ലാം നമുക്ക് വരാൻ പറ്റിയെന്ന് വരില്ല. കാരണം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അടുക്കള എപ്പോഴും നമുക്ക് ഒഴിഞ്ഞു കിട്ടിയെന്ന് വരില്ല. ഇപ്പൊ അമ്മ അമ്പലത്തിൽ പോയ തക്കത്തിൽ നമ്മൾ അമ്മ കാണാണ്ട് ചെയ്തൊരു പരിപാടിയാണ് ഗൈസ്. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരേക്കും ബൈ.